Hello all, welcome to Toppers World. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 4ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്, പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ 4th ഇംഗ്ലീഷ് സബ്ജക്റ്റിലെ യൂണിറ്റ് 5 ആണ് നമ്മൾ നോക്കാൻ പോണത് കേട്ടോ. ലാസ്റ്റ് യൂണിറ്റ് ആണ് യൂണിറ്റ് 5, ദ മെലഡി ഓഫ് റെയിൻ. അപ്പോൾ മെലഡി ഓഫ് റെയിനിലെ കംപ്ലീറ്റ് ആയിട്ട് വരുന്ന ആക്ടിവിറ്റീസ് എല്ലാം നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മൾക്ക് മെലഡി ഓഫ് റെയിൻ നോക്കാം. ആദ്യം തന്നെ നമുക്കിതിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. എല്ലാത്തിൻ്റെയും മലയാളം എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിതിൽ തരുന്നതായിരിക്കും. ഇടയ്ക്ക് ഇതിൽ ആക്ടിവിറ്റീസ് വരും, ക്വസ്റ്റ്യൻസ് വരും, അതിൻ്റെ എല്ലാം ആൻസേഴ്സ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പം നമുക്ക് നോക്കിയാലോ. യൂണിറ്റ് 5, ദ മെലഡി ഓഫ് റെയിൻ. മഴയുടെ ഈണം, അതാണ് അതിൻ്റെ മലയാളം കേട്ടോ. ദ മെലഡി ഓഫ് റെയിൻ. വിതൗട്ട് റെയിൻ ദർ വുഡ് ബി നോ ലൈഫ്. എന്താ അതിൻ്റെ അർത്ഥം? മഴയില്ലെങ്കിൽ ജീവൻ ഉണ്ടാകില്ല. വിത്തൗട്ട് റെയിൻ ദർ വുഡ് ബി നോ ലൈഫ്. മഴയില്ലെങ്കിൽ നമുക്ക് ജീവനില്ല അല്ലേ. എന്താ കാര്യം? മഴ, വെള്ളമാണ് ലൈഫ്. ശരിക്കും വെള്ളം വേണമല്ലേ എല്ലാ ജീവജാലങ്ങൾക്കും. അത് തന്നെയാണ് അതിന് കാരണം. ഇനി നോക്കാം. ലെറ്റ്സ് ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. വാട്ട് ഡു ദീസ് പിക്ചേഴ്സ് സജസ്റ്റ്? ഷെയർ യുവർ ഐഡിയാസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് പ്രസന്റ് ദം ഇൻ ദ ക്ലാസ്. താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കൂ. എന്തൊക്കെയാണ് ആ ചിത്രങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്നുള്ള ഐഡിയാസ് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, ക്ലാസ്സിൽ അവതരിപ്പിക്കുക എന്നാണ് പറയണത്. അപ്പം നമുക്ക് ഓരോ ചിത്രങ്ങളായിട്ട് നോക്കാം. ആദ്യത്തെ ചിത്രം, നമുക്കൊരു കിണർ കാണാം. അതിൻ്റെ ചുറ്റും ആളുകൾ നിൽക്കുന്നുണ്ട്. കിണറിലേക്ക് നോക്കി കുറേ കുടങ്ങളും ബക്കറ്റുകളും ഒക്കെ വെച്ചിട്ടുണ്ട് അല്ലേ. ഇപ്പം എന്താ കാര്യം? പീപ്പിൾ സ്റ്റാൻഡിങ് അറൗണ്ട് എ ഡ്രൈ വെൽ. ആളുകൾ, വെള്ളമില്ലാത്ത കിണറാണ് അത് കേട്ടോ. അതിൻ്റെ ചുറ്റും ആളുകൾ നിൽക്കുന്നു, വെള്ളമില്ല അവർക്ക്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? വാട്ടർ സ്കേർസിറ്റി ആൻഡ് പീപ്പിൾ സ്ട്രഗ്ലിംഗ് ഫോർ ഡ്രിങ്കിങ് വാട്ടർ. അതായത് വെള്ളത്തിൻ്റെ ലഭ്യതയില്ല, വെള്ളം കിട്ടാത്ത അവസ്ഥ, ആളുകൾ വെള്ളത്തിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യാണ്. ഓക്കെ, അടുത്തത് ഡ്രൈ ലാൻഡ് വിത്ത് ലീഫ്ലെസ് ട്രീസ്. നോക്കൂ, അടുത്ത ചിത്രത്തിൽ കാണുന്നത് വളരെ വരണ്ട പ്രദേശം, ഡ്രൈ ലാൻഡാണ്, ഒരു ഇല പോലും ഇല്ല മരത്തിലല്ലേ. അപ്പോൾ ഇതെന്താ ഇതിൻ്റെ അർത്ഥം? ഡ്രോട്ട്, ഡീഫോറസ്റ്റേഷൻ ആൻഡ് ലാക്ക് ഓഫ് റെയിൻഫോൾ. അതായത് ഡ്രോട്ട്, ഡീഫോറസ്റ്റേഷൻ, വനനശീകരണം, അതേപോലെ തന്നെ മഴയില്ല, അവിടെ മഴ ലഭിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ കരിഞ്ഞു പോയത് അല്ലേ, ഡ്രൈ ആയത് ലാൻഡ്. അതാണ് ഇവിടുത്തെ അർത്ഥം. അടുത്ത ചിത്രം നോക്കൂ. ചിൽഡ്രൻ പ്ലേയിങ് ഇൻ ദ റെയിൻ. കുട്ടികൾ മഴയിൽ കളിക്കുകയാണ്. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താ? ഹാപ്പിനെസ്, ജോയ് ഓഫ് റെയിൻഫോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് റെയിൻ ഫോർ ലൈഫ്. അപ്പോൾ ഇവിടെ സന്തോഷം, മഴയുടെ ഒരു സന്തോഷം, അതുപോലെ ഇമ്പോർട്ടൻസ് ഓഫ് റെയിൻ ആണ്, മഴയുടെ ഇമ്പോർട്ടൻസ് ജീവിതത്തിൽ, അതൊക്കെയാണ് കാണുന്നത്. അടുത്തത് ഫ്ലഡ് ടൗൺ വിത്ത് പീപ്പിൾ ബീങ് റെസ്ക്യൂഡ്. അതായത് വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ആളുകളെ രക്ഷിച്ചു കൊണ്ടുപോണ ചിത്രമാണ് കേട്ടോ ഇത്. ഈ ചിത്രം വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് ആളുകളെ, നമ്മുടെ ഇവിടെ 2019 വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ, ആ വെള്ളപ്പൊക്കത്തിൽ ഇതുപോലെയൊക്കെ നമ്മളെയൊക്കെ ഒരുപാട് പേര് വെള്ളപ്പൊക്കത്തിൽ അകപ്പെട്ടിട്ട് രക്ഷപ്പെടുത്തി കൊണ്ടുപോയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ഫ്ലഡ്സ്, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ദ നീഡ് ഫോർ റെസ്ക്യൂ ആൻഡ് ഹെൽപ്പ്. അതായത് വെള്ളപ്പൊക്കം, പ്രകൃതി ദുരന്തങ്ങൾ, ആവശ്യത്തിന് നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ, നമ്മളെ രക്ഷിക്കാൻ ആളുകൾ വേണം അല്ലേ. അതിനെക്കുറിച്ചൊക്കെയാണ് ഈ ചിത്രം നമുക്ക് കാണിച്ചു തരുന്നത്. Here the rain brings life, joy, adventures and perhaps hardships too. അപ്പോൾ ഇവിടെ നമുക്ക് ഈ 4 ചിത്രങ്ങളിൽ നിന്ന് എന്താ മനസ്സിലാക്കുക? മഴ എന്ന് പറയുന്നത് നമുക്ക് ജീവൻ കൊണ്ടുവരുന്നുണ്ട്, സന്തോഷം കൊണ്ടുവരുന്നുണ്ട്, അഡ്വഞ്ചേഴ്സ് ഉണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ അത് ദുരിതവും കൊണ്ടുവരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതാണ് നമുക്ക് ഈ ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാവുക. ലെറ്റ്സ് എക്സ്പ്ലോർ ദ ജേർണി ഓഫ് എ റെയിൻ ഡ്രോപ്പ്. നമുക്കിനി ഒരു മഴത്തുള്ളിയുടെ യാത്ര നോക്കാം, പരിചയപ്പെടാം. അതാണ് നമ്മുടെ ചാപ്റ്റർ, ജേർണി ഓഫ് ദ റെയിൻ ഡ്രോപ്പ്, മഴത്തുള്ളിയുടെ യാത്ര. A tiny raindrop lives in a big fluffy cloud. Now it is coming down to the earth. A big adventure awaits it. Meet the little raindrop. Let's see what happens next. അപ്പോൾ നോക്കൂ, ഒരു കുഞ്ഞു മഴത്തുള്ളി ഒരു വലിയ മേഘത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്.
ഇനി അത് ഭൂമിയിലേക്ക് വരാൻ പോവാണ് മഴയായിട്ട് അല്ലെ, മഴത്തുള്ളിയായിട്ട്. നോക്കാം നമുക്ക്. റെഡി സെറ്റ് ഗോ. ഐ എം എ റെയിൻ ഡ്രോപ്പ്, ഐ ലീവ് ഇൻ എ ക്ലൗഡ്. ഞാനൊരു മഴത്തുള്ളിയാണ്. ഞാൻ എവിടെയാണ് ജീവിക്കുന്നത്? മേഘത്തിലാണ്. വൺ ഡേ ഐ സോ എ ഫ്ലാഷ് ഓഫ് ലൈറ്റ്നിങ് അക്രോസ് ദ സ്കൈ. ഒരു ദിവസം ഇങ്ങനെ ഇടിമിന്നൽ കണ്ടോ? ഫ്ലാഷ് ഓഫ് ലൈറ്റ്നിങ് പറഞ്ഞാൽ മിന്നലാണ്. എവിടെ കാണുന്നു? ആകാശത്തൊരു മിന്നൽ കാണുകയാണ്. സഡൻലി ഐ ഹേർഡ് എ ലൗഡ് ബൂം. പെട്ടെന്ന് ഞാനൊരു വലിയ സൗണ്ട് കേട്ടു, ബൂം എന്ന് പറഞ്ഞിട്ട്. ഐ വാസ് സോ സ്കേർഡ്. ഞാൻ പേടിച്ചു. സ്കേർഡ് പറഞ്ഞാൽ പേടിച്ചു. ഗെറ്റ് റെഡി ടു ഗോ ലിറ്റിൽ റെയിൻ ഡ്രോപ്സ്. അപ്പം എന്താണ്? ഒരുങ്ങിയിരുന്നോളൂ മഴത്തുള്ളികളെ, പോകാൻ വേണ്ടി എന്നാണ് പറയണത്. ദ തണ്ടർ റംപിൾഡ്. തണ്ടർ പറയാണ്, ആ ഇടിമുഴക്കാണ് കേട്ടോ തണ്ടർ. എ ഗ്രാൻഡ് അഡ്വെഞ്ചർ അവൈറ്റ്സ് യു. നിങ്ങളെ കാത്ത് വലിയൊരു അഡ്വെഞ്ചർ വരുന്നുണ്ട്. ഐ ഫെൽറ്റ് സോ എക്സൈറ്റഡ്. ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി. ഐ ഹാഡ് നെവർ ബീൻ ഔട്ട്സൈഡ് ദ ക്ലൗഡ് ബിഫോർ. ഞാൻ ഇതിനു മുമ്പ് ഈ മേഘങ്ങളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. മേഘത്തിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്, പക്ഷെ ഞാൻ പുറത്തിറങ്ങാൻ പോവാണ് അല്ലേ. വൈ ഡിഡ് ദ റെയിൻ ഡ്രോപ്പ് ഫീൽ എക്സൈറ്റഡ്? എന്താണ് ഈ മഴത്തുള്ളി ഇത്രയും എക്സൈറ്റഡ് ആവാനുള്ള കാരണം? തണ്ടർ ഇടിമുഴക്കമാണ്, റംബിൾഡ് മുരണ്ടു. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആണ് ഇനി പറയുന്നത് കേട്ടോ. വൈ ഡിഡ് ദ റെയിൻ ഡ്രോപ്പ് ഫീൽ എക്സൈറ്റഡ്? ദ റെയിൻ ഡ്രോപ്പ് ഫെൽറ്റ് എക്സൈറ്റഡ് ബിക്കോസ് എ ഗ്രാൻഡ് അഡ്വെഞ്ചർ വാസ് എബൌട്ട് ടു ബിഗിൻ ആൻഡ് ഇറ്റ് വാസ് ഗോയിങ് ടു ഗോ ഔട്ട്സൈഡ് ദ ക്ലൗഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പം എന്താണ് മഴത്തുള്ളിയെ കാത്തിരിക്കുന്ന അഡ്വെഞ്ചർ? മഴത്തുള്ളി പുറത്തു പോകാൻ പോവാണല്ലേ. ആദ്യമായിട്ട് മഴത്തുള്ളി വെളിയിൽ പോകാൻ പോണു. അപ്പോൾ അതാണ് ആ അഡ്വെഞ്ചർ. അടുത്തത് ദ ഗ്രേറ്റ് അഡ്വെഞ്ചർ അല്ലെ. ഓ വാട്ട്സ് ദാറ്റ് ക്രൈഡ് ഓൾ ദ റെയിൻ ഡ്രോപ്സ്. എ ഷാർപ്പ് ലൈറ്റ് പിയേഴ്സ്ഡ് ദ ക്ലൗഡ്. ഓ എന്താണത്? മഴത്തുള്ളികൾ കരയാണ്, ക്രൈഡ് ചെയ്യാണ്. ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ലൈറ്റ് പിയേഴ്സ് ചെയ്യാൻ, തുളച്ച് കയറി ആ ക്ലൗഡിൽ കൂടെ, മേഘങ്ങളുടെ ഉള്ളിലൂടെ. ഈച്ച് ഡ്രോപ്പ് വാസ് പുഷ്ഡ് ഔട്ട് ഓഫ് ദ ക്ലൗഡ്. അങ്ങനെ ആ മേഘങ്ങളുടെ ഉള്ളിൽ നിന്ന് ഓരോ തുള്ളികളും പുറത്തേക്ക് വരികയാണ്. ഐ ടു ലീപ്ഡ് വിത്ത് ദം. ഞാനും ആ തുള്ളികളുടെ കൂടെ പോവുകയാണ്. ഡൗൺ ആൻഡ് ഡൗൺ വി വർ ഫോളിങ് ടുഗെദർ. താഴോട്ട് ഞങ്ങൾ വീണുകൊണ്ടിരിക്കുകയാണ്. വി ലോഫ്ഡ് ആൻഡ് ഷൗട്ടഡ്. ഞങ്ങൾ ചിരിച്ചു, ഷൗട്ട് ചെയ്തു. ഓ വാട്ട് ഫൺ. ഭയങ്കര ഫണ്ണായിട്ട് അവർ ചിരിച്ചു. ക്യാൻ യു ഗെസ് വാട്ട് വുഡ് ഹാപ്പൻ ടു ദ റെയിൻ ഡ്രോപ്സ്? നിങ്ങൾ ഗെസ് ചെയ്യൂ, ഇനി റെയിൻ ഡ്രോപ്സിന് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? അപ്പോൾ പിയേഴ്സ്ഡ് എന്ന് പറഞ്ഞാൽ കുത്തിക്കയറി, ലീപ്ഡ് കുതിച്ചു കേട്ടോ. ഉത്തരമാണ് ദ റെയിൻ ഡ്രോപ്സ് വുഡ് ഫോൾ ഡൗൺ ഫ്രം ദ ക്ലൗഡ്സ് ടു ദ എർത്ത് ആഷ് റെയിൻ. മഴത്തുള്ളികൾ മഴയായിട്ട് മേഘങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നു കേട്ടോ. അതാണ് അതിൻ്റെ അർത്ഥം. ദ റെയിൻബോ. From high up in the sky, we saw the world below. We were getting closer and closer. The trees spread their leafy arms. The flowers waved gently. The birds flew, fluttering their wings. അപ്പോൾ എന്താണ്? മഴ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഫ്രം ഹൈ അപ്പ് ഇൻ ദ സ്കൈ, കുറച്ച് മേലെയായിട്ട് ദ വേൾഡ് ബിലോ എന്ത് സംഭവിക്കും? നമ്മൾ മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് എത്തുകയാണ് കേട്ടോ. ക്ലോസർ ആൻഡ് ക്ലോസറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. The trees spread their leafy arms, the flowers waved gently. എന്താണ്? പൂക്കളൊക്കെ പതുക്കെ ആടുന്നു, ബേർഡ്സ് പറക്കുന്നു, അവരുടെ ചിറകുകൾ, ഫ്ലട്ടറിങ് ദെയർ വിങ്സ്. എവ്രി വൺ റാൻ ടു എസ്കേപ്പ് ഫ്രം ദ റെയിൻ. മഴ വരാൻ പോകുമ്പോഴുള്ള കുറച്ച് കാര്യങ്ങളില്ലേ നമ്മുടെ ചുറ്റും, ആ മഴ വരാൻ പോകുന്നതിൻ്റെ ഒരുക്കങ്ങൾ ഭൂമിയിൽ അല്ലേ. അപ്പോൾ എല്ലാവരും മഴയിൽ നിന്ന് എസ്കേപ്പ് ആവാനുള്ള തയ്യാറെടുപ്പിലാണ്, മഴ കൊള്ളാതിരിക്കാൻ അല്ലേ. ബട്ട് എ ഫാമർ ലുക്ക്ഡ് അപ്പ് വിത്ത് ഹോപ്പ്. പക്ഷേ അതാണ്ടല്ലോ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ എല്ലാവരും ഇങ്ങനെ ഓടുകയാണ്. അപ്പോൾ ഒരു ഫാർമർ, ഒരു കൃഷിക്കാരൻ മാത്രം മേലോട്ട് നോക്കുകയാണ് പ്രതീക്ഷയോടെ. We were flying. I enjoyed the wind's playful dance. Sunbeams shone through us. അപ്പോൾ ഞാൻ ആ മഴത്തുള്ളി പറയുകയാണ് കേട്ടോ, ഞാൻ ആ കാറ്റടിക്കുമ്പോഴുള്ള കാര്യം ഞാൻ എൻജോയ് ചെയ്യണു. ഞങ്ങളുടെ ഉള്ളിലൂടെ ആര് പോകുന്നുണ്ട്? സൂര്യൻ്റെ അല്ലെ, ആ ഒരു ലൈറ്റിൻ്റെ റേസ് പോകുന്നുണ്ട്. ഇറ്റ് മെയ്ഡ് എസ് ബ്രൈറ്റ് ആൻഡ് കളർഫുൾ. അപ്പോൾ ആ ഒരു സണ്ണിൻ്റെ ബീംസ് അടിക്കുമ്പോൾ ഈ മഴത്തുള്ളികൾ ബ്രൈറ്റും കളർഫുള്ളും ആയിട്ട് മാറും. അതായത് ഈ മഴ പെയ്യുമ്പോൾ, മഴത്തുള്ളി വരുന്ന സമയത്ത് കൂടെ സണ്ണിൻ്റെ റേസും കൂടി വന്നാൽ മഴവില്ല് ഫോം ആവും കേട്ടോ.
റെഡ്, ബ്ലൂ, ഗ്രീൻ. ചിൽഡ്രൻ ലുക്ക്ഡ് അപ്പ് ആൻഡ് ഷൗട്ടഡ്. കുട്ടികൾ ആകാശത്തോട്ട് നോക്കി അലറി പറഞ്ഞു, റെയിൻബോ, റെയിൻബോ, മഴവില്ല് എന്ന് പറയാണ്. ഹോപ്പ് പ്രതീക്ഷയാണ് കേട്ടോ. സോ ആൻസർ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ ഫാമർ ലുക്ക് അപ്പ് വിത്ത് ഹോപ്പ്? എന്തുകൊണ്ടാണ് ഈ കർഷകൻ പ്രതീക്ഷയോടെ മേലോട്ട് നോക്കിയത്? ഉത്തരം, ദ ഫാമർ ലുക്ക്ഡ് അപ്പ് വിത്ത് ഹോപ്പ് ബിക്കോസ് ദ റെയിൻ വുഡ് ഹെൽപ്പ് ഹിസ് ക്രോപ്സ് ഗ്രോ ആൻഡ് ബ്രിങ് എ ഗുഡ് ഹാർവെസ്റ്റ്. അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, കൃഷിക്കാർ മഴേനെ ഭയങ്കര പ്രതീക്ഷയോടെയാണ് കാണുക. കാരണം വെള്ളം ഉണ്ടെങ്കിലേ അവർക്ക് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെയും നമ്മുടെ ഈ കർഷകൻ പ്രതീക്ഷയോടെ മേലോട്ട് നോക്കുകയാണ്. കാരണം ആ മഴ പെയ്താൽ അവരുടെ ക്രോപ്സ് നന്നായിട്ട് നന്നായിട്ട് വരും, അവർക്ക് നല്ലൊരു ഹാർവെസ്റ്റ് കിട്ടും, നല്ലൊരു വിളവെടുപ്പ് കിട്ടും. വൈ ഡിഡ് ദ ചിൽഡ്രൻ ഷൗട്ട്? എന്തിനാ കുട്ടികൾ ഷൗട്ട് ചെയ്തത്? ആൻസർ, ദ ചിൽഡ്രൻ ഷൗട്ടഡ് ബിക്കോസ് ദേ സോ എ ബ്യൂട്ടിഫുൾ റെയിൻബോ ഇൻ ദ സ്കൈ ആൻഡ് ഫെൽറ്റ് എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി. കുട്ടികൾ ഷൗട്ട് ചെയ്യാനുള്ള കാരണം എന്താ? അവർ ആകാശത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെയിൻബോനെ കാണുന്നു, ഒരു മഴവില്ലിനെ. നമ്മളും റെയിൻബോനെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആവും അല്ലേ? നമുക്കും മഴവില്ല് കാണാൻ ഭയങ്കര ഇഷ്ടമല്ലേ? നിങ്ങൾക്കും ഇഷ്ടമല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതേപോലെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്സും ആണ് മഴവില്ല് കാണുമ്പോൾ. കാരണം എന്താ അറിയോ? എപ്പോഴും ഈ മഴവില്ലിനെ കാണാൻ സാധിക്കില്ല. The angry cat. Whoa, are they welcoming us? We were very excited. A brown cat hid under a tree, looking puzzled. അപ്പോൾ പിന്നെന്താ, എന്തിനെ കുറിച്ചാണ് പറയണത്? ഒരു ബ്രൗൺ ക്യാറ്റ് അത് മരത്തിൻ്റെ അടിയിൽ പോയിട്ട് ഒളിക്കുകയാണ് മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ. അറ്റ് ലാസ്റ്റ് ഐ ലാൻഡഡ് ഓൺ ദ ക്യാറ്റ് വിത്ത് എ സോഫ്റ്റ് സ്പ്ലാറ്റ്. അറ്റ് ലാസ്റ്റ് എന്ത് സംഭവിക്കും? ഈ മഴത്തുള്ളി ഒരു സോഫ്റ്റ് ആയിട്ട് ഈ ക്യാറ്റിൻ്റെ മേലെ വന്ന് പതിക്കും. ഇറ്റ് ഷുക്ക് ഇറ്റ്സ് ഫർ ആംഗ്രിലി. വെള്ളം വന്ന് അതിൻ്റെ പുറത്ത് വീണതോ അത് അതിൻ്റെ രോമം അങ്ങോട്ട് കൊടയും, ദേഷ്യം വന്നിട്ട് കൊടയും. ഐ ഫെൽ ഓൺ ദ സോയിൽ വിത്ത് എ ഷാർപ്പ് സ്പ്ലാഷ്. കൊടഞ്ഞതും ഈ മഴത്തുള്ളി എന്ത് ചെയ്തു? മഴത്തുള്ളി പോയി തെറിച്ച് ആ സോയിൽ മണ്ണിൽ പോയിട്ട് വീണു. കാരണം പൂച്ചയുടെ മേലെ ആയിരുന്നു ആ തുള്ളി വന്ന് പതിച്ചത്. പൂച്ച കൊടഞ്ഞതും നേരെ പോയി മണ്ണിൽ പതിച്ചു കേട്ടോ. ഐ ഫെൽറ്റ് ദി ഫ്രഷ് വാം ടച്ച് ഓഫ് ദ സോയിൽ. അപ്പോൾ എനിക്ക് നമ്മുടെ ഈ മണ്ണിൻ്റെ ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള നല്ല വാം ആയിട്ടുള്ള ടച്ച് എനിക്ക് ഫീൽ ചെയ്തു. വാട്ട് എ പ്ലസൻറ്റ് സ്മെൽ, ഹൗ റീഫ്രഷിങ് ഇറ്റ് ഈസ്. എന്ത് രസമുള്ള മണമാണല്ലേ, എത്ര റീഫ്രഷിംഗ് ആണ് എന്ന് പറയാണ് മഴത്തുള്ളി. വാട്ട് ഡിഡ് ദ ക്യാറ്റ് ഡു വെൻ ദ റെയിൻ ഡ്രോപ്പ് ഫെൽ ഓൺ ഇറ്റ്? അപ്പോൾ ഈ മഴത്തുള്ളി പൂച്ചയുടെ മേലെ വന്ന് വീണപ്പോൾ പൂച്ച എന്താണ് ചെയ്തത് എന്നുള്ളതാണ് കേട്ടോ ചോദ്യം. ആൻസർ എന്താ? ഇറ്റ് ഷുക്ക് ഇറ്റ്സ് ഫർ ആംഗ്രിലി. അതിൻ്റെ രോമങ്ങൾ അത് ദേഷ്യത്തോടു കൂടി കുടഞ്ഞു. അതാണ് ഉത്തരം. അടുത്തത് തേഴ്സ്റ്റി റൂട്ട്സ്. സം ഓഫ് മൈ ഫ്രണ്ട്സ് ലാൻഡഡ് ഓൺ ദ ലീവ്സ്. അപ്പോൾ ഈ ഒരു മഴത്തുള്ളിയുടെ കൂടെ വേറെ തുള്ളികളും കൂടി ഉണ്ടല്ലോ. അപ്പം വേറെ മഴത്തുള്ളികളെല്ലാം പോയി വീണത് എവിടെയാ? വേറെ കുറച്ച് ഇലകളിലാണ് കേട്ടോ. അത് ജെൻലി കിസ്ഡ് ദി ഫ്ലവേഴ്സ്. പിന്നെ കുറച്ച് മഴത്തുള്ളികൾ പോയി പതിച്ചത് പൂക്കളുടെ മേലെയായിരുന്നു. സം സ്പ്ലാഷ്ഡ് ഓൺ ദ ഗ്രൗണ്ട്. ചിലത് നേരെ പോയി ഭൂമിയിൽ തന്നെ പതിച്ചു. ആൻഡ് ഫോംഡ് ടൈനി പഡ്ഡിൽസ്. ഐ സീപ്ഡ് ഇൻ ടു ദി സോയിൽ ട്രിക്ലിംഗ് ഡൗൺ ആൻഡ് ഡൗൺ. ഞാനോ ഈ പറയുന്ന മഴത്തുള്ളിയും മണ്ണിലാണ് പോയി വീണത് അല്ലേ? ആ പൂച്ചയുടെ മേലെ നിന്ന് മണ്ണിലേക്ക് പോയി, എന്നിട്ട് മണ്ണിൻ്റെ അടിയിലേക്ക് പോവുകയാണ്. ദ തേഴ്സ്റ്റി റൂട്ട്സ് ഓഫ് പാഡി വെർ സെർച്ചിങ് ഫോർ വാട്ടർ. അപ്പോൾ ദാഹിച്ചുകൊണ്ടിരിക്കുന്ന വേരുകൾ അല്ലേ? തേഴ്സ്റ്റി റൂട്ട് പറഞ്ഞാൽ ദാഹിക്കുന്ന വേരുകൾ എന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ നമ്മുടെ പാഡി എന്താ? നെല്ലാണ് കേട്ടോ. നെല്ലിൻ്റെ വിശക്കുന്ന വേരുകൾ വെള്ളത്തിന് വേണ്ടി തിരയായിരുന്നു. ആ സമയത്താണ് മഴ പെയ്തത്. ആ മഴത്തുള്ളികൾ അടിയിലേക്ക് പോകും. വാട്ട് എ ടെൻഡർ ടച്ച്, ഐ വാസ് വെയിറ്റിംഗ് ഫോർ വാട്ടർ എ റൂട്ട് സൈഡ്. അപ്പോൾ ഒരു വേര് പറയുകയാണ്, ഒരു റൂട്ട് സൈഡ് ചെയ്യുകയാണ്, ഞാൻ മഴയ്ക്ക് വേണ്ടി വെള്ളത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്ന് പറയും. വാട്ട് ഹാപ്പൺ ടു ദ റെയിൻ ഡ്രോപ്സ് ഫ്രണ്ട്സ്. റെയിൻ ഡ്രോപ്പിൻ്റെ ഫ്രണ്ട്സിന് എന്ത് സംഭവിച്ചു എന്നാണ്. തേഴ്സ്റ്റി റൂട്ട്സിൻ്റെ മീനിങ് ഞാൻ പറഞ്ഞു, ദാഹിക്കുന്ന വേരുകൾ. പഡിൽസ് ചെളിയാണ് കേട്ടോ, ചെളിക്കുണ്ട്. സൈഡ് പറയുന്നത്
അപ്പോൾ ആ വേര് പറയുന്നത് കേട്ടു എന്നാണ്. ഇനി ഉത്തരം, വാട്ട് ഹാപ്പൻ ടു ദ റെയിൻ ഡ്രോപ്സ് ഫ്രണ്ട്സ്? സം ഓഫ് ഹിസ് ഫ്രണ്ട്സ് ലാൻഡഡ് ഓൺ ദ ലീവ്സ്, അതേഴ്സ് ജെന്റ്ലി കിസ്ഡ് ദി ഫ്ലവേഴ്സ്, സം സ്പ്ലാഷ്ഡ് ഓൺ ദ ഗ്രൗണ്ട് ആൻഡ് ഫോംഡ് ടൈനി പഡൽസ്. ചിലതെല്ലാം ഇലകളിൽ പോയി വീണു, ചിലത് പൂക്കളിൽ പോയി വീണു, ചിലത് ഗ്രൗണ്ടിൽ തന്നെ വീണു, എന്നിട്ട് ചെളിക്കുണ്ടുകൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ. ഇനി എ ഡ്രോപ്പ് ഓഫ് ജോയ്. I was drawn into the roots, then slowly I traveled upward. ഞാൻ ആ വേരുകളിലേക്ക് ഇറങ്ങി പതുക്കെ പതുക്കെ ഞാൻ അപ്വാർഡ് മേലോട്ട് വരികയാണ്. ഇറ്റ് വാസ് ക്വൈറ്റ് എ ക്ലൈംബ്. അതൊരു ചാട്ടം പോലെയാണ്. വാട്ട് എ നൈസ് സർപ്രൈസ്. ഓ, എന്ത് അത്ഭുതം. മൈ ഫ്രണ്ട്സ് വർ ഓൾറെഡി ഇൻസൈഡ്. എൻ്റെ കൂട്ടുകാരും അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. You have come just in time, the plant whispered as I reached its top. The sun began to set. അപ്പോൾ സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ്. ദ സ്കൈ ടേൺഡ് ഓറഞ്ച് ഇൻ കളർ. അപ്പോൾ സൂര്യാസ്തമനം ആവുമ്പോൾ നമ്മുടെ സ്കൈ, ആകാശത്തിൻ്റെ കളർ ഒരു ഓറഞ്ച് ആവും. ദ ലീവ്സ് ഓഫ് ദ പാഡി റെസിൽ ജെന്റ്ലി ഇൻ ദ ബ്രീസ്. അപ്പോൾ ഇലകളെല്ലാം നമ്മുടെ നെല്ലില്ലേ, നെൽച്ചെടികളെല്ലാം ഇങ്ങനെ ഉരസുമ്പോൾ ഒരു സൗണ്ട് വരും. അതിനെയാണ് കാറ്റത്ത് ഉരസുമ്പോൾ കേട്ടോ, അതാണ് റിസിൽഡ് എന്ന് പറയുക. ബ്രീസ് കാറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ വാട്ട് ചേഞ്ചസ് ഡിഡ് സൺസെറ്റ് ബ്രിങ് ടു ദ സ്കൈ? ആൻസർ, ദ സ്കൈ ടേൺഡ് ഓറഞ്ച് ഇൻ കളർ. സൺസെറ്റ് ആവുമ്പോൾ സ്കൈയുടെ കളർ ഓറഞ്ച് ആയി മാറി. അടുത്തത് റേസ് ഓഫ് ദ റെയിൻ ഡ്രോപ്പ് ആണ്. ഇനി മഴത്തുള്ളി വീണ്ടും റേസ് ആവണത് എങ്ങനെയാ? പിറ്റേ ദിവസം രാവിലെയായി. ദ മോർണിംഗ് കേം, ദ സൺ ഷോൺ ഹോട്ട് ആൻഡ് ബ്രൈറ്റ്. സൂര്യൻ ഉദിച്ചു. സൂര്യൻ അങ്ങനെ ഉദിക്കുമ്പോൾ നമുക്കറിയാലോ, ഹോട്ട് ആൻഡ് ബ്രൈറ്റ് ആയി. വി ഫെൽ സംതിങ് സ്ട്രേഞ്ച്. ഞങ്ങൾക്ക് എന്തോ ഒരു അപരിചിതത്വം, സ്ട്രേഞ്ച് ആയിട്ട് അനുഭവപ്പെടാൻ തുടങ്ങി. ഹേ, ഹൂസ് പുള്ളിങ് അസ് ഫ്രം എബോവ്? ആരാണ് മേലെ നിന്ന് നമ്മളെ പുള്ളി ചെയ്യുന്നത്? ഐ വണ്ടേർഡ്. സ്ലോലി വി ഡ്രിഫ്റ്റഡ് അപ്വേർഡ്സ്. ആരും നമ്മളെ മേലെ നിന്ന് വലിക്കുന്നു അല്ലേ? പതുക്കെ പതുക്കെ മഴത്തുള്ളികൾ മേലോട്ട് പറക്കാൻ തുടങ്ങി. വി ബിഗാൻ ടു ഫ്ലോട്ട് ഹയർ ആൻഡ് ഹയർ. ഞങ്ങൾ പറക്കാൻ തുടങ്ങി ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക്. ഐ ലുക്ക്ഡ് ഡൗൺ അറ്റ് ദ ഫീൽഡ് ബിലോ. മേലെ നിന്ന് ഞാൻ താഴോട്ട് നോക്കുമ്പോൾ ആ നെൽപ്പാടം, ഫീൽഡ് കാണുകയാണ് അല്ലേ. ദ എർത്ത് വാസ് ഗെറ്റിംഗ് സ്മോളർ. ഭൂമി ചെറുതായി തോന്നി തുടങ്ങി. ദ റിവേഴ്സ് ലുക്ക്ഡ് ലൈക്ക് സിൽവർ ത്രെഡ്സ്. താഴെ ഇവർ മേലേക്ക് എത്തിയിട്ടോ. പിറ്റേ ദിവസം രാവിലെ ഇവർ മേലേക്ക് വീണ്ടും നീരാവിയായിട്ട് ഇവർ മേലേക്ക് പോവുകയാണേ. അതാണ് ഈ പറയണത് കേട്ടോ. അപ്പോൾ താഴെ ഇവർ നോക്കുമ്പോൾ ആ നദികളൊക്കെ ഒഴുകുന്നത് ഒരു സിൽവർ കളറുള്ള നൂല് പോലെ ഇവർക്ക് തോന്നുകയാണ്. ദ ഫീൽഡ്സ് ആൻഡ് ഗാർഡൻസ് ലുക്ക്ഡ് ലൈക്ക് എ ഗ്രീൻ കാർപ്പറ്റ്. അപ്പോൾ താഴെ കാണുന്ന പാടങ്ങളും പൂന്തോട്ടങ്ങളും എല്ലാം ഒരു പച്ച പരവതാനി പോലെ ഇവർക്ക് തോന്നുകയാണ്. ഒരു ഗ്രീൻ കാർപ്പറ്റ് വിരിച്ചതുപോലെ, ഒരു ഷീറ്റ് വിരിച്ചതുപോലെ ഇവർക്ക് തോന്നി. വാട്ട് ഹാപ്പൻ വെൻ ദ റെയിൻ ഡ്രോപ്സ് വർ പുൾഡ് ഫ്രം എബവ്? മേലെ നിന്ന് റെയിൻ ഡ്രോപ്സിനെ പുള്ളി ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ആൻസർ, ദ റെയിൻ ഡ്രോപ്സ് ഫ്ലോട്ട്സ് ഹയർ ആൻഡ് ഹയർ. റെയിൻ ഡ്രോപ്സ് ഫ്ലോട്ട് ചെയ്യണം, പറക്കാൻ തുടങ്ങി ഹയർ ആൻഡ് ഹയർ ആയിട്ട് അല്ലേ. ദ റിട്ടേൺ ആണ് അടുത്തത്. ഐ ഫീൽ സാഡ് ടു ലീവ് മൈ ന്യൂ ഫ്രണ്ട്സ്, വി ഹാഡ് സോ മച്ച് ഫൺ, സെഡ് എ റെയിൻ ഡ്രോപ്പ്. അപ്പോൾ ഒരു മഴത്തുള്ളി പറയും, എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് എൻ്റെ പുതിയ ഫ്രണ്ട്സിനെ ഉപേക്ഷിച്ച് പോകാൻ, നല്ല രസമായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് എന്ന് പറയും. ഹേ, ഡോണ്ട് ക്രൈ, ഐ കൺസോൾഡ് ഹിം. കരയല്ലേ, ഞാൻ അവരെ സമാധാനിപ്പിച്ചു. കൺസോൾ ചെയ്യുക. ഓക്കെ. വി ഹാവ് ബ്രോട്ട് ജോയ് ടു മെനി, ലുക്ക് ദ ഫാമേഴ്സ്. നമ്മൾ ഒരുപാട് പേർക്ക് സന്തോഷം കൊടുത്തില്ലേ, സങ്കടപ്പെടണ്ട കേട്ടോ എന്ന് പറയും. ലുക്ക് ദ ഫാമർ ഈസ് ഹാപ്പി. നോക്കുക, ആ കർഷകൻ എന്ത് സന്തോഷവാനായി. ഹിസ് ഫീൽഡ്സ് ആർ ഗ്രീൻ വൺസ് അഗൈൻ. അയാളുടെ കൃഷി ഫീൽഡ്, പാടമൊക്കെ നല്ല ഗ്രീനായി. നമ്മൾ മഴ കൊടുത്തത് കൊണ്ടാണല്ലേ, നമ്മൾ വെള്ളം കൊടുത്തത് കൊണ്ടാണ് അയാൾക്ക് ഈ സന്തോഷം, നമ്മൾ കാരണം. ബൈ നൗ ദ റെയിൻ ഡ്രോപ്സ് ഹാഡ് റീച്ച്ഡ് ദി ക്ലൗഡ്. അങ്ങനെ അവരെവിടെ എത്തി? തിരിച്ച് മേഘങ്ങളിലേക്ക് തന്നെ എത്തി. വെൽക്കം ബാക്ക് ആൻഡ് ടേക്ക് റെസ്റ്റ്, സെഡ് ദ ക്ലൗഡ്. അപ്പം മേഘം പറയാണ്, ഓ തിരിച്ചു വന്നോ, നിങ്ങൾക്ക് സ്വാഗതം, വീണ്ടും നിങ്ങൾ റെസ്റ്റ് എടുക്കൂ എന്ന് മേഘം പറയും. വെൻ ഷോൾ വി മീറ്റ് അവർ ഫ്രണ്ട്സ് അഗൈൻ, വി ആസ്ക്. അപ്പം ഞങ്ങൾ ചോദിക്കും, ഇനി എപ്പോഴാണ് ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിനെ വീണ്ടും കാണുക? അപ്പം നമ്മുടെ ക്ലൗഡ്, മേഘം മറുപടി കൊടുക്കും. ദ ക്ലൗഡ് റിപ്ലൈഡ്, സൂൺ ദ വിൻഡ് വിൽ ബ്ലോ എഗൈൻ. വളരെ വൈകാതെ കാറ്റ് വീണ്ടും വീശും. യു വിൽ ഹാവ് ന്യൂ അഡ്വെഞ്ചേഴ്സ്. നിങ്ങൾക്ക് പുതിയ അഡ്വെഞ്ചേഴ്സ് കിട്ടും. വെൻ ഇറ്റ് സ്റ്റാർട്ട്സ് ടു റെയിൻ എഗൈൻ. വീണ്ടും മഴ പെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് പുതിയ പുതിയ അഡ്വെഞ്ചേഴ്സ് നിങ്ങൾക്ക് ഇനിയും ലഭിക്കും. ഇനി ചോദ്യങ്ങളിലേക്ക് പോവാം. വൈ ഡിഡ് ദ റെയിൻ ഡ്രോപ്പ് സേ ഐ ഫീൽ സാഡ്? എന്തുകൊണ്ടാണ് എനിക്ക് സങ്കടമായി എന്ന് ഈ മഴത്തുള്ളി പറഞ്ഞത്?
അതിനു മുമ്പ് അർത്ഥങ്ങളൊന്ന് എഴുതാം. ബിക്കോസ് ഹി ഫീൽ സാഡ് ടു ലീവ് ഹിസ് ന്യൂ ഫ്രണ്ട്സ്. പുതിയ ഫ്രണ്ട്സിനെ വിട്ടുപോകാനുള്ള സങ്കടം കൊണ്ട് കേട്ടോ. അടുത്ത ചോദ്യം, വൈ വാസ് ദ ഫാമർ ഹാപ്പി? എന്തുകൊണ്ടാണ് ഫാമർ ഹാപ്പി ആയത്? ഹിസ് ഫീൽഡ്സ് ആർ ഗ്രീൻ വൺസ് അഗൈൻ. അയാളുടെ പാടങ്ങൾ വീണ്ടും ഗ്രീനറി ആയില്ലേ, നല്ല രീതിയിൽ അയാൾക്ക് കൊയ്ത്ത് കൃഷി ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിൽ വന്ന എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. തുടർന്ന് വാച്ച് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.